സച്ചിന് പകരം വേറൊരു എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പർ വേണം 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 എന്ന് പറഞ്ഞ് അലമുറയിട്ടപ്പോൾ മാനേജ്മെന്റ് കൊണ്ടുവന്നിരിക്കുന്നു, അറിയാല, കമൽജിത്ത് സിംഗ്. അപ്പോൾ ആ സൈനിങ്ങിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ പറയാനായിട്ട് പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ 5K ഫാമിലിയിലേക്ക് ഇനി അധികം ദൂരമൊന്നുമില്ല. സോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. സ്പോർട്സും ഇൻ്റർവ്യൂസും അതുപോലെ തന്നെ റിവ്യൂസും ടോക്സും ഒക്കെയാണ് നമ്മുടെ ചാനലിലുള്ളത്. സോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടെ കൂടുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വെൽക്കം ടു ആൻഡപ്പൻ ടോക്കീസ്. അങ്ങനെ ആ കമൻറ്റ് സത്യമായിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ അജയ് പറഞ്ഞ കാര്യം തന്നെ ശരിയായി വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ്. സ്പോർട്സ് റിവ്യൂ ആണ്. അപ്പം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ബിസി ആയിട്ടുള്ള ടൈം ആയിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് അവസാന ദിവസമായിട്ടും ആ ഒരു അനൗൺസ്മെൻറ്റിനും കാര്യങ്ങൾക്കും ഒന്നും ഒരു കുറവുമില്ല എന്നുള്ളതാണ് കേട്ടോ. ഏകദേശം 2 മണിക്കൂർ മുമ്പ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഒഫീഷ്യൽ പേജിൽ അനൗൺസ്മെൻറ്റ് ഇട്ടിട്ടുണ്ട്. സംഭവം വേറൊന്നുമല്ല, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗോൾ കീപ്പറിനെ വേണം എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവരും ഫാൻസ് എല്ലാവരും ഭയങ്കരമായിട്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അലറിക്കൊണ്ടിരിക്കുകയായിരുന്നു, അലമുറ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ അതിനൊക്കെ ആക്ച്വലി ഒരു പരിധിവരേക്കും എക്സ്പീരിയൻസ് ഉള്ള ഗോൾ കീപ്പറിനെ തന്നെയാണ് മാനേജ്മെൻറ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. കമൽജിത്താണ് വരുന്നത്, അതും ഒഡീസ FC നിന്നാണ്. ആൻഡ് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോണിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ അണ്ടിൽ ദ എൻഡ് ഓഫ് ദ സീസൺ എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഗൈസ്, സച്ചിന് പകരം അല്ലെങ്കിൽ നമ്മുടെ ഗോൾ കീപ്പേഴ്സിന് പകരം കമൽജിത്ത് എത്രമാത്രം അടിപൊളിയായിരിക്കും എന്നുള്ളത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമൽജിത്ത് സിംഗ് എത്രമാത്രം അടിപൊളിയായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ കഴിഞ്ഞ കുറച്ച് സീസണിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും പുള്ളി എവിടെയും ഫസ്റ്റ് ഓപ്ഷനായിട്ട് വരുന്നില്ല. ഇപ്പോൾ ഒഡീസയിലാണെന്നുണ്ടെങ്കിലും മെയിൻ ഗോൾ കീപ്പറായിട്ടുള്ളത് ചാൻസ് കിട്ടാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ ഇങ്ങനെ ഒരു ലോൺ ഓഫറിലേക്ക് വരുന്നത്. അപ്പോൾ അതിന് മുന്നേ ഈസ്റ്റ് ബംഗാളിൽ ഇരുന്ന സമയത്ത് ഈസ്റ്റ് ബംഗാൾ എന്തുകൊണ്ടാണ് ഗില്ലിനെ വാങ്ങിച്ചതെന്നുള്ളത് കഴിഞ്ഞ മുമ്പത്തെ സീസണുകളൊക്കെ കണ്ടിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അറിയാം. പുള്ളിക്കാരൻ്റെ സൈഡിൽ നിന്ന് പലതരത്തിലുള്ള മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്, ഗോൾ കൺസീഡ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ അതുകൊണ്ടാണ് അവർ ഒരു അത്യാവശ്യം നല്ല എമൗണ്ടിന് ആരെ കൊണ്ടുപോയത്, ഗില്ലിനെ നമ്മളെ നിന്ന് കൊണ്ടുപോയത്. അപ്പം സച്ചിൻ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മിസ്റ്റേക്സുകൾ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗോൾ കീപ്പർ വേണമെന്ന് പറഞ്ഞ് വാശി ഉണ്ടാക്കിയിട്ട് കമൽജിത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വലിയ ചോദ്യം തന്നെ ആയിട്ട് ഇനി നിൽക്കും. കാരണം മത്സരങ്ങൾ കാണാതെ നമുക്ക് എന്തായാലും, കാരണം കമൽജിത്ത് എങ്ങനെ കേരളത്തിൽ വന്നു കഴിഞ്ഞ് പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറ്റം പറയാം എന്നുള്ളതാണ്. പക്ഷേ പുള്ളിയുടെ മുൻകാല ട്രാക്കുകളും സംഭവങ്ങളും ഒക്കെ നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ തരുന്നതാണെന്നുള്ളതാണ് പേഴ്സണലി ഈ ട്രാൻസ്ഫർ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ യങ് സോംകുമാർ, പുള്ളിക്കാരനും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് മ്യൂച്വലി എഗ്രിമെൻ്റ് ആയി പുള്ളി പോവുകയാണ്. സ്ലൊവേനിയയിലേക്ക് തന്നെയാണ് പോകുന്നത്. പുള്ളി അവിടെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. സോ അപ്പോൾ അവിടേക്ക് തന്നെയാണ് പിന്നെയും തിരിച്ചു പോകുന്നത്. യങ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പറാണ്. സോ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം മാക്സിമം പ്ലേയിങ് ടൈം കിട്ടുക എന്നുള്ളത് തന്നെയാണ് അവരെല്ലാവരും ശ്രമിക്കുന്നൊരു കാര്യം. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു ട്രാൻസ്ഫർ വളരെ നല്ലതാണ് ആ പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം എന്നുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു യങ് ഗോൾ കീപ്പറാണ്. സോ അപ്പോൾ നമുക്ക് മേ ബി കുറേയൊക്കെ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. കാരണം മിസ്റ്റേക്സ് പറ്റാത്ത പ്ലെയേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ചോദ്യം തന്നെയാണ്. അപ്പോൾ യങ് ആയിട്ടുള്ളൊരു പ്ലെയറിന് കൂടുതൽ ചാൻസസ് കിട്ടി വരുമ്പോഴാണ് അവർക്കും ഒന്ന് എന്താ പറയുക ഇവോൾവ് ആയി വരാനായിട്ട് പറ്റുക. സോ ലെറ്റ്സ് സീ, എന്തായാലും സോമന് നന്നായിട്ട് തന്നെ അവിടെയും പെർഫോം ചെയ്യാനായിട്ട് പറ്റട്ടെ, അടിപൊളിയാവട്ടെ കാര്യങ്ങൾ. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിട്ടുള്ള പുതിയ ഗോൾ കീപ്പർ കമൽജിത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും താഴെ ഒന്ന് കമൻ്റായിട്ട് ഇടാനായിട്ട് ശ്രമിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് താങ്ക് യു. ചിൽ കുപ്പിച്ചിൽ.